നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം RIL ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഡീമേർജറാണ്. നമുക്കറിയുന്ന പോലെ തന്നെ അത് രണ്ടും ഡീമേർജ്ഡായി. റിലയൻസ് ഫിനാൻഷ്യൽ സർവീസ് ഇനിയും ലിസ്റ്റ് ചെയ്തിട്ടില്ല, ഉടനെ തന്നെ ലിസ്റ്റ് ചെയ്യായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീമേർജർ, അഥവാ ഈ ഒരു ഡീമേർജർ കൊണ്ട് നിക്ഷേപകർക്ക് എന്തെങ്കിലും ലാഭം പ്രത്യേകിച്ച് ഉണ്ടാകാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ശരിക്കുള്ള ബിസിനസ്സുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും കൂടി ഒരു ഉത്തരം നൽകാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, RIL റിലയൻസ് എന്ന് പറയുന്ന റിലയൻസ് എംപയറിൻ്റെ മൊത്തത്തിലുള്ള നിക്ഷേപകരോടുള്ള ഒരു അപ്രോച്ച്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഡീമേർജറിനെ പോലും നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം നമുക്ക് ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പം ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസ് സാധാരണ NBFC എന്നുള്ളത് മാത്രമല്ല. ഇപ്പോൾ ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ താഴെ വരുന്ന കാര്യങ്ങളാണ് റിലയൻസ് പേയ്മെൻറ്റ് സൊല്യൂഷനുണ്ട്, അതുപോലെ തന്നെ ജിയോ പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. പക്ഷേ ജിയോ പേയ്മെൻറ്റ് ബാങ്കിന് ഇതുവരെ RBIയുടെ അപ്രൂവൽ ലഭിച്ചിട്ടില്ല. റീറ്റെയിൽ ഫിനാൻസ് ഉണ്ട്, അത് നടന്നു പോകാൻ തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ. ജിയോ ഇൻഫർമേഷൻ ആഗ്രിഗേറ്റർ സർവീസ് ഉണ്ട്. കൃത്യമായിട്ടുള്ള നിർവചനം അത്ര ഒരു സാധ്യമല്ലെങ്കിൽ കൂടി നമുക്ക് കരുതപ്പെടാവുന്ന ഒരു കാര്യം, ഇൻഫർമേഷൻ ആഗ്രിഗേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കൂടുതലുണ്ട്. ഗൂഗിളൊക്കെ നമ്മുടെ ഇൻഫർമേഷൻ എടുത്തിട്ട് പോകുന്ന പോലെ. അപ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ സാധാരണ ജനങ്ങളുടെ അടുത്തു നിന്നും കളക്ട് ചെയ്തിട്ട്, കമ്പൈൽ ചെയ്തിട്ട്, ഇൻഫർ ചെയ്തിട്ട്, ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു സെപ്പറേറ്റ് വെർട്ടിക്കൽ കമ്പനി, അതും ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ താഴെ വരുന്നു. പിന്നെയുള്ളത് റിലയൻസ് റീറ്റെയിൽ ഇൻഷുറൻസ് ബ്രോക്കിംഗ്, അതായത് സാധാരണ ഇൻഷുറൻസ് ബ്രോക്കിംഗ് ബിസിനസ്. ഇതൊക്കെയാണ് ഈ ഒരു 5 പ്രധാന ബിസിനസ്സുകളാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നതിൻ്റെ താഴെ വരുന്നത്. അപ്പോൾ ആത്യന്തികമായി നമുക്ക് പറയാൻ പറ്റുന്നത് മെയിൻ ബിസിനസ് ഇതിനെ ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NBFC ബിസിനസ് തന്നെയാണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ NBFC ബിസിനസ് എന്ന് പറയുന്നത് ആ ഒരു സ്പേസിലുള്ള മറ്റ് വലിയ അധികായന്മാരെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം അതുമായിട്ട് താരതമ്യം ചെയ്യാൻ മാത്രമുള്ളൊരു ബിസിനസ്സൊന്നും ഇല്ല. കാരണം ബജാജ് ഫിനാൻസിനാണെങ്കിൽ 2,47,000 കോടി രൂപയുടെ ലോൺസ് ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിരമൽ ഫിനാൻസ് ആണെങ്കിൽ 63,000, ഏകദേശം 64,000 കോടി രൂപയുടെ ലോണ് കൊടുത്തിട്ടുണ്ട്. പൂനാവാല ഫിൻകോർപ്പ്, പണ്ടത്തെ മാഗ്മ, അത് ഏകദേശം 16,000 മുകളിലുള്ള കോടികളുടെ ലോൺ ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. അതേസമയം ജിയോ ഫിനാൻഷ്യൽ സർവീസ് 9,000 കോടി രൂപയുടെ മുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ ബിസിനസ്സാണ് ഇപ്പോൾ എന്നുള്ളത് നമുക്ക് കരുതാൻ വയ്യ. അതേപോലെ തന്നെ നമുക്ക് ഇതിന് മുൻ വർഷങ്ങളിലുള്ള പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 2020 നമ്മൾ കാണാൻ റവന്യൂ 3 കോടി ചില്ലുവാനും മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ 2021 2.96 ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 2020 1.84. അതുപോലെ നെറ്റ് പ്രോഫിറ്റും അതിന് ആനുപാതികമായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് താരതമ്യേന കുറവാണ്. അതേപോലെ തന്നെ നമ്മൾ EPS വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നിർവചിക്കപ്പെട്ടിട്ടുള്ള വിലയും വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ PE റേഷ്യോ 1,13,000 എന്നുള്ള വലിയൊരു നിലയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസിനെ കുറിച്ച് ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതാണ്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ PE 1,00,000 മുകളിൽ നിങ്ങൾ കണ്ടു എന്ന് ഉള്ളതിൻ്റെ അർത്ഥം അത് വളരെ വലുതാണെന്നോ വലിയൊരു ഓവർ വാല്യൂഡ് ആയിട്ടുള്ളൊന്നോ കാര്യമില്ല. ഞാൻ പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ ചരിത്രപരമായി എല്ലാത്തിൻ്റെയും PE പ്രൈസ് ഏർണിങ്സ് കൂടുതലാണ്. അത് കമ്പനികളുടെ ആകട്ടെ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ ആകട്ടെ, അതാണ് നമ്മുടെ ഒരു നേച്ചർ. ചിലർക്കൊക്കെ BP കൂടിയിരിക്കുന്ന പോലെയൊക്കെ തന്നെ. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു 1,00,000 മുകളിലുള്ള ഒരു PE ജിയോ ഫിനാൻസിന് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർണിങ്സ് അക്കൗണ്ട് ചെയ്യാത്തൊരു പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് പക്ഷേ നോർമലൈസ്ഡ് ആകും. അപ്പം ഒരു അടുത്ത ഫിനാൻഷ്യൽ ഇയറോട് കൂടിയിട്ട് PE ഏകദേശം 100ൻ്റെ താഴെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ PEയെക്കുറിച്ച് നമ്മളധികം ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ജിയോ ഫിനാൻഷ്യൽ സർവീസ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ അകത്തുനിന്ന് പുറത്തെടുത്ത് ഡീമേർജ് ചെയ്ത് കളഞ്ഞു എന്നുള്ളത്? അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വിചാരിക്കുന്നത് പോലെ തന്നെ ഡീമേർജ് ചെയ്ത് പുറത്ത് കൊണ്ടുപോയിട്ടൊരു ഓപ്പറേഷണൽ കൺവീനിയൻസിന് വേണ്ടിയിട്ടോ കൂടുതൽ മാനേജ് ചെയ്യാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടോ പുറത്ത് കൊണ്ടുപോയിട്ട് വലിയ കമ്പനിയുടെ പുറത്തെടുത്തിട്ട് അത് വലുതാക്കാൻ വേണ്ടിയിട്ടുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സാധാരണ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനി ഡീമേർജ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാറ്. ഈ ഒരു ഡീമേർജറിന് അതിൽ ഉപരി പല കാര്യങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയും, ജിയോ ഫിനാൻഷ്യൽ സർവീസ് റിലയൻസിൻ്റെ ബാക്കി ഗ്രൂപ്പ് കമ്പനികളെ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന ചെറുതാണ്.
റിലയൻസിൻ്റെ ബാക്കി ഗ്രൂപ്പ് കമ്പനികൾ എന്ന് പറയുമ്പോൾ റിലയൻസ് റീറ്റെയിൽ ഉണ്ട്, അതുപോലെ തന്നെ ജിയോ ടെലികോം ഉണ്ട്. ഇപ്പോൾ റിലയൻസ് റീറ്റെയിലിൻ്റെ ആനുവൽ പ്രോഫിറ്റ് ഏകദേശം 10,000 കോടി രൂപയുടെ മുകളിലും, അതുപോലെ ജിയോ ടെലികോമിൻ്റെ ആനുവൽ പ്രോഫിറ്റ് ഏകദേശം 20,000 കോടി രൂപയുടെ മുകളിലാണ്. അപ്പോൾ നമ്മൾ വലിപ്പം നോക്കിയിട്ട് സ്പൺ ഓഫ് ചെയ്ത് പുറത്ത് കൊണ്ടുപോയിട്ട് വലുതാക്കാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആയിരുന്നു ആദ്യം സ്പൺ ഓഫ് ചെയ്ത് കൊണ്ടുപോകേണ്ടിയിരുന്നത്. അതല്ല സംഭവിച്ചത്. അതിന് പകരം താരതമ്യേന ചെറുതായിട്ടുള്ള ജിയോ ഫിനാൻസ് ആണ് സ്പൺ ഓഫ് ചെയ്ത് ഡീമേർജ് ചെയ്ത് പുറത്ത് കൊണ്ടുപോയത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയുന്ന പോലെ തന്നെ ഇതൊരു NBFC ആണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ടൈം ലൈനിൽ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് കാണാം ജിയോ ഫിനാൻഷ്യൽ സർവീസിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ഏകദേശം 6% മുകളിൽ ഉള്ള ഷെയറുകൾ കൈമാറ്റം ചെയ്തു. അത് RILൻ്റെ പാർട്ടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ. എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമാണ് ഉത്തരം. കാരണം ഒരു NBFC ആയിട്ട് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോയി RBIയുടെ പല അപ്രൂവൽസും കിട്ടണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക അടിത്തറ കാണിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഈ ഒരു 6%-ലേറെ ഉള്ള RILൻ്റെ ഷെയറുകൾ കൊണ്ട്, അതായത് ഏകദേശം 1 ലക്ഷം കോടിയുടെ മുകളിലുള്ള ആസ്തി അത് മാത്രമായി. അതുകൊണ്ടാണ് 1,60,000 കോടി രൂപയുടെ ആസ്തി ഈ ജിയോ ഫിനാൻഷ്യൽ സർവീസിന് കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് പലരും തലകറങ്ങി വീഴാറുണ്ട്. 1,60,000 കോടി രൂപ വലിയ കമ്പനിയാണ്. അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, അതിനകത്ത് 1 ലക്ഷത്തി ചില്ലറ കോടി രൂപ വന്നത് RILൻ്റെ 6%-ലേറെ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ എന്തിനിത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതൊരു NBFC ആവുന്നു. സാധാരണ NBFC ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാധാരണ നിക്ഷേപങ്ങൾ സ്വീകരിക്കാറില്ല. പക്ഷേ അതേസമയം അവർക്ക് വേണമെങ്കിൽ പണയം വെക്കാം. അവരുടെ അസറ്റ്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണയം വെക്കാം. ഡിബഞ്ചർ ആട്ടെ, ഷെയർ ആട്ടെ, ഇവരൊക്കെ പണയം വെക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ജിയോ ഫിനാൻഷ്യൽ സർവീസ് അതുപോലെ തന്നെ കടം കൊടുക്കാനും ഉള്ള സൗകര്യമുണ്ട്. അപ്പോൾ ജിയോ ഫിനാൻഷ്യൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം റിലയൻസിന് കടം കൊടുക്കാനുള്ള NBFC എന്ന രീതിയിലാണ് പ്രധാനമായും ഉയർത്തി കാണിക്കുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ ഫിനാൻഷ്യൽ സർവീസ് RILൻ്റെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉള്ളിൽ നിന്നാൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുകയും അതേപോലെ തന്നെ ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ കയ്യിലുള്ള 6% RILൻ്റെ ഷെയർ ഏതെങ്കിലും ഒരു ബാങ്കിന് പണയം വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന 1 ലക്ഷം കോടി രൂപ റിലയൻസ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് എടുത്തിട്ട് പണിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 6% ഷെയർസ് RIL പ്ലഡ്ജ് ചെയ്തതായിട്ട് തന്നെ റിപ്പോർട്ട്സിൽ കാണിക്കും. പക്ഷേ ജിയോ ഫിനാൻഷ്യൽ സർവീസ് പുറത്തുപോയി ഒരു സെപ്പറേറ്റ് കമ്പനി ആണെങ്കിൽ റിലയൻസിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ അകത്ത് 6% ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഹോൾഡ് ചെയ്യുന്നു എന്ന് കാണിക്കും. പക്ഷേ ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ബാലൻസ് ഷീറ്റിൽ മാത്രം അവരുടെ ചില അസറ്റ്സ് പ്ലഡ്ജ് ചെയ്തതായിട്ട് കാണിക്കും. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ബാലൻസ് ഷീറ്റ് താരതമ്യേന വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കും. കാരണം അവർ ഒന്നും പണയം വെച്ചിട്ടില്ല. പണയം വെച്ചത് ജിയോ ഫിനാൻഷ്യൽ സർവീസാണ്. ആ പണയം വെച്ച് കിട്ടുന്ന പണം RILന് ജിയോ ഫിനാൻഷ്യൽ സർവീസിന് നൽകാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ RILൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ്സിനെ ഇത് കാര്യമായിട്ട് ബാധിക്കില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും സ്പൺ ഓഫ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം. മറ്റൊരു കാര്യം നമ്മൾ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ ഒരു ബിസിനസ് മോഡൽ എങ്ങനെ മാറ്റപ്പെട്ടു എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2018-2023 5 വർഷത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ബ്ലൂ കളറിലുള്ളതൊക്കെ നമ്മൾ 2018 റവന്യൂസാണ്. അപ്പോൾ 2018 നമുക്ക് കാണാം ഓയിൽ, ഗ്യാസ് അല്ലെങ്കിൽ കെമിക്കൽസൊക്കെ 80% അവരുടെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തതായിരുന്നു. അതേസമയം ആ ഒരു സമയത്ത് റീറ്റെയിൽ 11%, ഡിജിറ്റൽ ബിസിനസ് ആകെ 4% ഉള്ളൂ. പക്ഷേ ഇത് 2023 എത്തുമ്പോഴത്തേനും ഓയിലും ഗ്യാസും കെമിക്കലും ഒക്കെ വെറും 53%, റീറ്റെയിൽ 25% ഓൾമോസ്റ്റ് കുതിച്ചുയർന്നു, ഡിജിറ്റൽ ബിസിനസ് 11%. അപ്പോൾ ഇതിനകത്തുനിന്ന് ഉള്ള ഒരു ഇൻഫറൻസ് എന്താണ് മുകേഷ് അംബാനി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവി ഡിജിറ്റലിൻ്റെ ആണെന്നാണ്. അതുകൊണ്ട് പതുക്കെ ഓരോരോ ബിസിനസ്സുകൾ സ്പൺ ഓഫ് ചെയ്യാനുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു. ആത്യന്തികമായി നിക്ഷേപകർക്ക് അറിയേണ്ടത് ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ അകത്തോ RILൻ്റെ അകത്തോ നിക്ഷേപിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. ഫണ്ടമെൻ്റൽസ് രണ്ടിൻ്റെയും വളരെ നല്ലതാണ്. പോരാത്തതിന് ജിയോ ഫിനാൻഷ്യൽ സർവീസിനെ നയിക്കാൻ പോകുന്നത് KV കാമത്താണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം ICICIയുടെ ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ ടാസ്കുകളും വളരെ നന്നായിട്ട് പൂർത്തീകരിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഇന്നത്തെ രീതിയിൽ ചെറുതായിട്ടിരിക്കുന്നു എങ്കിൽ പോലും പ്രത്യേകിച്ച് RILൻ്റെ ഏറ്റവും വലിയൊരു ബാക്കപ്പ് ഉള്ളതുകൊണ്ടും
കൂടാതെ കുറേയധികം ഫ്രീ ബീസും കോംപ്രമൈസൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടും ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ബിസിനസ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് കാഴ്ചവെക്കുമെന്ന് തന്നെ വേണം കരുതാൻ. ദീർഘകാല നിക്ഷേപകരെക്കുറിച്ച് റിലയൻസ് ഗ്രൂപ്പിൻ്റെ അത്രയുള്ള നിക്ഷേപങ്ങൾക്ക് ഉള്ള അഭിപ്രായം ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ അഭിപ്രായം നിലനിൽക്കുന്നു. പക്ഷേ എങ്കിൽ പോലും വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ദീർഘകാല ഹ്രസ്വകാല നിക്ഷേപകരെ സംബന്ധിച്ച് ജിയോ ഫിനാൻഷ്യൽ സർവീസ് മോശമില്ലാത്ത ഒരു റിട്ടേൺസ് നൽകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. അതിൻ്റെ അർത്ഥം ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയതുകൊണ്ടുള്ള മാത്രമുള്ള റെക്കമെൻഡേഷനാണ്. വാങ്ങിക്കണമെന്നുള്ളൊരു കാര്യമല്ല, പക്ഷേ മാനേജ്മെൻറ്റും ബാക്കപ്പ് ചെയ്യുന്ന ടീമിൻ്റെയും മുകളിലുള്ള വിശ്വാസത്തിൻ്റെ മുകളിലാണ്. ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ നമുക്ക് തെളിഞ്ഞു വരാൻ വേണ്ടി കാലങ്ങളെടുക്കും. അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും എടുക്കും. എങ്കിൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് വരുവുള്ളൂ. കൺസോളിഡേറ്റഡ് റിപ്പോർട്ടിൻ്റെ അകത്തും കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസൊന്നും നമുക്ക് കാര്യമായിട്ട് എടുക്കാൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.